പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്കൂൾ അടച്ചു. എല്ലാവർക്കും മധ്യവേനൽ അവധി തുടങ്ങി. ഇന്നു മുതൽ ഇന്നിവിടെ കുഞ്ഞുങ്ങളാണേലും അവധി ഇന്നലെ മുതലേ ആഘോഷിക്കാൻ തുടങ്ങി. കളി, പിന്നെ വീടിനകത്തുള്ള കളി, വീടിന് വെളിയിലുള്ള കളി, അകത്ത് സാറ്റ് കളി, എന്തെല്ലാമാണ്. നമുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ കാല ഓർമ്മകളൊക്കെ ശരിക്കും മനസ്സിലേക്ക് വന്നു. അവധിക്കാലം അങ്ങനെ ഒരു സന്തോഷം. കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പഠിത്തത്തിൽ നിന്നൊരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒരു മുക്തി കിട്ടി. പിന്നീട് ഞാൻ ഇന്ന് നിങ്ങളോടൊക്കെ കുറച്ച് ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്, എന്നും സംസാരിക്കുമ്പോൾ ദുഃഖങ്ങളൊക്കെ അല്ലേ. ഷൈനിയുടെ ദുഃഖമായിരുന്നു കഴിഞ്ഞ എൻ്റെ വീഡിയോയില്. ഇപ്പൊ ഇത്തവണ ഞാൻ വിചാരിച്ചു എൻ്റെ ജന്മനാടായ വൈക്കത്ത് ഒരു ഉത്സവം നടക്കുകയാണ്. മാർച്ച് 17 മുതൽ ആ ഉത്സവം തുടങ്ങി. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും. മാർച്ച് 17-നാണ് കോടിയർച്ചന തുടങ്ങിയത്. വടക്കുപുറത്ത് പാട്ട് ഏപ്രിൽ 2-ാം തീയതി, അതായത് ബുധനാഴ്ച തുടങ്ങി ഏപ്രിൽ 13-ാം തീയതി അവസാനിക്കുന്നു. ഈ ഉത്സവത്തിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്കായി ഞാൻ കുറച്ച് ഒന്ന് സൂചിപ്പിക്കുവാണ്. ഇത് 12 വർഷം കൂടുമ്പോഴാണ് വൈക്കത്തമ്പലത്തിൽ ഇത് നടത്തുന്നത്. ഈ കോടിയർച്ചനയും വടക്കുപുറത്ത് പാട്ടും. വടക്കുപുറത്ത് പാട്ടെന്ന് പറഞ്ഞാൽ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് വൈക്കം ദേശത്തൊക്കെ ഒരു സൂരി എന്ന ആ ഒരു അസുഖം ബാധിച്ച് അനേകം പേര് മരിച്ചു. അപ്പോൾ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദേവിയെ ഒന്ന് പ്രസാദിപ്പിക്കണം, മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞു വൈക്കത്തുനിന്ന് വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് പോയി ഭജനം ഇരുന്നപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു ദർശനം എന്തെന്ന് വെച്ചാൽ 12 വർഷം കൂടുമ്പോൾ ഞാൻ വൈക്കത്തപ്പന്റെ വടക്കു ഭാഗത്ത് 12 ദിവസം ഉണ്ടാവും. അതിന് കളം വരച്ച് എനിക്ക് കളമെഴുത്തും പാട്ടും ബാക്കി പൂജാ വിധികളെല്ലാം അവിടെ ഉണ്ടാവണം. അങ്ങനെ ഒരു ഇത് നടത്തൂ എന്നുള്ള ഒരു ദർശനം കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ അന്നു മുതൽ 12 വർഷം കൂടുമ്പോൾ ഈ വടക്കുപുറത്ത് പാട്ട് എന്ന് പറഞ്ഞു വൈക്കത്തമ്പലത്തിൽ നടത്തുക തുടങ്ങി. അത് കുറച്ചുനാൾ നിന്നിരുന്നുവെങ്കിലും 1965 മുതൽ എനിക്കൊക്കെ നല്ല ഓർമ്മയുണ്ട്. ഞാനത് നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. എൻ്റെ അച്ഛനുമൊക്കെ അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിച്ചയാളായിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ, ഞങ്ങളുമൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഉത്സവം നടക്കുകയാണ്. അന്നത്തെ ഉത്സവം നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഈ കളമെഴുത്തും പാട്ടുമൊക്കെ. ഇത്ര നല്ല ഓർമ്മയാണ് എനിക്ക്. ദേവിയുടെ ആദ്യമൊക്കെ 8 കൈകള്, പിന്നീട് അത് 16 കൈകളാകും. അപ്പൊ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ മുതിർന്നവരൊന്നും ഉണ്ടായിരുന്നു. നോക്കൂ, 16 കൈകള് ദേവിയുടെ, പിന്നീട് 16 കൈകൾ 32 കൈകളാകും. അവസാനത്തെ ദിവസം 64 കൈകളോട് കൂടിയാണ് മഹാദേവിയെ നമ്മൾ തൊഴുന്നത്. അന്ന് വലിയ ഗുരുതിയൊക്കെ ഉണ്ട്. താലപ്പൊലിയുണ്ട്. ഓരോ കരയോഗങ്ങളിലും ഓരോ ശാഖകളിൽ നിന്നുമൊക്കെ എല്ലാവരും താലപ്പൊലി എടുക്കും. അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു ഉത്സവമായിരുന്നു. നല്ല ധാരാളം പൈസ ഇതിന് വേണം. കാരണം പൂജകൾ പലതരത്തിലാണ്. പിന്നെ കോടിയർച്ചന, ഭഗവാന്റെ നാമം, ശിവസഹസ്രനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് വൈക്കത്തമ്പലത്തില്. ഞാൻ പോയിരുന്നു, അർച്ചനയ്ക്കൊക്കെ കൊടുത്തു. അങ്ങനെ അന്ന് പോയി തൊഴുത് ഭഗവാന്റെ അടുത്ത് പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയും 2-ാം തീയതി വടക്കുപുറത്ത് പാട്ട് തുടങ്ങുമ്പോൾ മുതൽ വൈക്കത്ത് പോകണം. 5-ാം തീയതി ഞങ്ങൾക്ക്, എൻ്റെ ചേച്ചിക്കും രാധികയും ഞാനും കൂടി ഇരുന്ന് ഒരു അർച്ചന, സംഗീത അർച്ചന അവിടെ നടത്തുന്നുണ്ട്. അതിനുള്ള അനുഗ്രഹവും വൈക്കത്തപ്പനും മഹാദേവിയും നൽകി. അങ്ങനെ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നും പരിപാടികളാണ് 17-ാം തീയതി മുതൽ. അങ്ങനെ വളരെ അത് ഞങ്ങൾ അച്ഛൻ്റെ കാലത്ത് സംഭവിച്ച് അന്നത്തെ വടക്കുപുറത്ത് പാട്ട് കഴിഞ്ഞ് പൈസ പിരിവ്, നല്ലപോലെ പിരിവുണ്ടായിരുന്നു അന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, അച്ഛൻ ഈ ചങ്ങനാശ്ശേരിയിൽ വന്നും അന്നത്തെ പൂപ്പൻ്റെ അടുത്ത് വരെ സംഭാവന ചോദിച്ച് പിരിച്ചു കൊണ്ടുവന്നാണ് ആ ഉത്സവം നടത്തിയത്. വളരെ അന്നത്തെ എനിക്ക് നല്ല ഓർമ്മയാണ്. അത് കഴിഞ്ഞുള്ളതും ഒക്കെ വളരെ ഭംഗിയായി, ഇപ്പോഴും വളരെ ഭംഗിയായി നടക്കുന്നു. അപ്പൊ അതിൽ നിന്ന് കുറേ പൈസ ബാക്കി വന്നു അന്നത്തെ ആ ഉത്സവത്തിന്റെ സകല ചിലവും കഴിഞ്ഞ്. അപ്പൊ ബാക്കി പൈസ വന്നപ്പോൾ അന്ന് വൈക്കത്ത് മണ്ഡപമില്ല, കലാമണ്ഡപമില്ല. ഉത്സവത്തിന് പുര കെട്ടി, വലിയ ഓഡിറ്റോറിയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് കെട്ടിയാണ്, പുര കെട്ടിയാണ് സ്റ്റേജ് ഉണ്ടാക്കുന്നത്. അന്ന് അതും എനിക്ക് ഓർമ്മയുണ്ട്. വൈക്കത്ത് ഇങ്ങനെ ആ സമയം ഉത്സവം അഷ്ടമിയൊക്കെ അടുക്കുമ്പോഴത്തേക്ക് സ്റ്റേജിന്റെ പണി തുടങ്ങും. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ ഈ 65-ലെ വടക്കുപുറത്ത് പാട്ട് കഴിഞ്ഞ് ഒരു കലാമണ്ഡപം
കൊടുങ്ങല്ലൂരമ്മയുടെ പടവുമായിരുന്നു അതിന്റെ പിറകില്. ആ അമ്മയുടെ ആ 64 കൈകളോട് കൂടിയുള്ള പടവും പിറകില് ഭിത്തിയിൽ അതും വരച്ച് ഒരു നല്ല കലാമണ്ഡപം അച്ഛന്റെ ആ നേതൃത്വത്തിലുള്ള ആ ഒരു കമ്മിറ്റി നിർമ്മിച്ചു. കൂടാതെ അതിന്റെ ഉദ്ഘാടനം വളരെ ഭംഗിയായിട്ടാണ്. എൻ്റെ അച്ഛന് ഒത്തിരി, ഞാൻ പറയും, ക്രിയേറ്റിവിറ്റി കൂടുതലായിരുന്നു. എൻ്റെ കൂട്ടുകാരിയായ പത്മിനി, ഞാനും ഇപ്പൊ വൈക്കത്ത് പോയ താമസിക്കുന്ന പത്മിനിയുടെ കൂടെയാണ്. പത്മിനി നല്ല സുന്ദരി കുട്ടിയാണ്. അന്ന് കൊച്ചായിരുന്നു, ഞങ്ങൾക്കൊക്കെ 9 വയസ്സല്ലേ. പത്മിനിയെ കൃഷ്ണന്റെ വേഷം കെട്ടി പത്മിനിയാണ് ഓടി വന്ന് ഈ നാട മുറിച്ചത് കൃഷ്ണനായിട്ട്. എന്തൊരു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ആ കലാമണ്ഡപത്തിന്റെ ഉദ്ഘാടനം. അതും കഴിഞ്ഞ് പിന്നെയും ബാക്കി പൈസ വന്നപ്പോൾ കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ഒരു താലി ഉണ്ടാക്കി. അതും കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി, ഞങ്ങളെയും കൂടി കൊണ്ടുപോയി കൊടുങ്ങല്ലൂർ തൊഴിയിക്കാൻ. അപ്പൊ അന്ന് പറവൂരി എന്നിട്ട് അക്കരെ കടക്കണം. കാറ് ചങ്ങാടത്തിലേക്ക് കയറ്റി അങ്ങനെ അക്കരെ പോയി പറവൂരിൽ നിന്ന് അങ്ങനെ ഒരു ചങ്ങാടം കടന്ന ഓർമ്മ എനിക്കുണ്ട്. കൊടുങ്ങല്ലൂരമ്മ ആദ്യമായിട്ട് ഞാൻ തൊഴുത് നന്നാണ്. ഈ താലിയൊക്കെ സമർപ്പിക്കണ പടമൊക്കെ ഇപ്പോഴും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭഗവതി അമ്മയ്ക്ക്. അങ്ങനെയുള്ള ഒരു ഓർമ്മകളുണ്ട്. അപ്പൊ ഇപ്പൊ നോക്കൂ, ഇതാണ് പരിപാടിയുടെയൊക്കെ ബുക്ക്. നല്ല പരിപാടികളുണ്ട്. നിങ്ങൾ ഇത് കേൾക്കുന്നവര് വൈക്കത്ത് പോയി തൊഴണം. 2-ാം തീയതി മുതലാണ് വടക്കുപുറത്ത് പാട്ട്. അപ്പം ദേവിയെയും കൂടി തൊഴണം എന്നുള്ള ആ ഒരു വടക്കുപുറത്ത് പാട്ടിലും കൂടി നമുക്ക് പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ആ 2-ാം തീയതി മുതൽ പോകുവാണെങ്കിൽ നമുക്ക് അതും തൊഴാം, കളവും തൊഴാം, വൈക്കത്തപ്പനെയും കാണാം, പിന്നെ പരിപാടികളൊക്കെ ആസ്വദിക്കാം. നമുക്കിത് ഈ ഒരു 12 കൊല്ലം കൂടുമ്പോഴല്ലേ ഇതൊക്കെ നടക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങളില് നമ്മൾ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്കിതൊക്കെ ഇതെല്ലാം ഇനി അടുത്ത 12 കൊല്ലം എന്ന് പറയുമ്പോൾ 2037 തോന്നുന്നു. ഇപ്പൊ 25-10-30-37 അന്ന് എന്തൊക്കെയായിരിക്കാം, എന്താണ്, ആരൊക്കെ ഉണ്ടാവും, എങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മളുടെ എല്ലാം, നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. എല്ലാം ഭഗവാന്റെ കയ്യിലാണ്. അപ്പൊ ഇപ്പം നമ്മൾക്ക് ഒരു പോകാനുള്ള ഒരു അനുഗ്രഹം, ഇപ്പൊ എല്ലാവർക്കും ആരോഗ്യമുള്ളവരൊക്കെ പോകുക, പ്രാർത്ഥിക്കുക. അവിടെ ശിവസഹസ്രനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥന നമുക്ക് എപ്പോഴും, ഞാൻ പറയാറില്ലേ, പ്രാർത്ഥന നമ്മൾക്ക് അത്ഭുതങ്ങൾ സമ്മാനിക്കും. പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടി. കാരണം ഇന്ന് ലോകത്തില് നമുക്കറിയാലോ എന്തെല്ലാം ദുഃഖങ്ങളാണ് ചുറ്റുവട്ടത്ത്. അപ്പൊ ആ ദുഃഖങ്ങളിൽ നിന്നൊക്കെ കുറച്ചു പേരെങ്കിലും ഒക്കെ ഒന്ന് രക്ഷ നേടണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട്, കുറച്ചു പേരെങ്കിലും അല്ല, ആ ദുഃഖങ്ങൾ കുറച്ച് കൊടുക്കണേ, സഹിക്കുവാനുള്ള ശക്തി കൊടുക്കണേ ഭഗവാനെ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എന്ത് വന്നാലും നമുക്ക് സഹനം എന്നൊന്നുണ്ടല്ലോ, സഹിക്കുവാനുള്ള ഒരു ശക്തി നമ്മളിൽ ഉണ്ടാവണം, അത് ആർജിക്കണം. പിന്നെ കൂടാതെ ഈ എല്ലാവർക്കും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ 2-ാം തീയതി പോകും. 2-ാം തീയതി ഹരിശങ്കറിന്റെ കച്ചേരിയാണ്. അതായത് ശംഖുവിന്റെ, നമ്മുടെ ഡോക്ടർ കെ ഓമനക്കുട്ടി ചേച്ചിയുടെ കൊച്ചുമകനായ ഹരിശങ്കർ, നിങ്ങൾക്കൊക്കെ അറിയാം, പിന്നണി ഗായകൻ. അപ്പൊ ശംഖുവിന്റെ കച്ചേരി ഒന്ന് കേൾക്കണം. അങ്ങനെ കുറെ കച്ചേരികളുണ്ട്. ഗംഗയുടെ ഉണ്ട് 4-ാം തീയതി, ഗംഗ മോളുടെ ഒത്തിരി പ്രോഗ്രാം, എല്ലാം നല്ല പ്രോഗ്രാംസ് ആണ്. ഞങ്ങളുടെ ഗുരുനാഥന്റെ ഉണ്ടായിരുന്നു 19-ാം തീയതി. അതൊക്കെ പിന്നെ ഇതിൽ കൂടിയൊക്കെ കേട്ടു. അപ്പം കഴിയുന്നതും അവിടെ പോയി ഇരിക്കണമെന്നാണ് ആഗ്രഹം. കൂടാതെ 9-ാം തീയതി എൻ്റെ കരയോഗത്തിൽ നിന്ന്, ഞങ്ങളുടെ 257-ാം നമ്പർ കരയോഗത്തിൽ നിന്ന് ഞങ്ങള് ഒരു ബസ്സില് കുറച്ച് 50 പേരോളം പോകുന്നുണ്ട്. എല്ലാവരും കൂടി പോയി അവിടെ പോയി ഭഗവാന്റെ പ്രാതലൊക്കെ കഴിച്ചു വരണം എന്നാണ് ആഗ്രഹം. എല്ലാം ഭഗവാന് നടത്തി തരുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇപ്പം മീനഭരണി ഉത്സവമാണ്, വൈക്കത്ത് കാളിയമ്പലത്തിലെ ഉത്സവമാണ്. ഞങ്ങൾ പോയി തൊഴുതൊക്കെ പ്രാർത്ഥിച്ചു. കൂടാതെ മാരണത്തുകാവില് മന്നത്ത് പത്മനാഭൻ എന്ന മഹാനായ കർമ്മയോഗിയുടെ പരദേവതയായ മാരണത്തുകാവിലമ്മയുടെ അടുത്ത് ഉത്സവമാണ്. അത് 1-ാം തീയതി പൊങ്കാല, പിന്നെ അന്ന് പിറന്നാൾ സദ്യ, താലപ്പൊലി, പിറ്റേ ദിവസവും ഒക്കെ താലപ്പൊലിയൊക്കെ ഉണ്ട്. എല്ലാവരെയും അതിനും ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് ഇപ്പൊ സന്തോഷമുള്ള ഒരു സമയം. സങ്കടം ഉണ്ടെങ്കിലും അതിനെ സമാധാനമായി കാണുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ
ശിവനെ കാണാകും ശിവശംഭോ. അപ്പം പടിയാറും കടന്ന് അവിടെ ചെന്നാൽ നമുക്ക് ഭഗവാനെ കാണാം. ഈ പടിയാറും ഞാൻ എന്ന് പറഞ്ഞ പോലെ ഷഡ്വൈരികളാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനേക്കാളും ഉയർന്ന തലമാണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് ആ ദുർഗുണങ്ങളെയാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈശ്വരന്റെ അടുത്തേക്ക് എത്താം എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞു തരുന്നു. ഏതായാലും വൈക്കത്തപ്പന്റെ മഹാദേവിയുടെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു.